വെൽക്കം ടു ലിസ ബിസിനസ് കേരള. വ്യത്യസ്തമായ ബിസിനസ് ആശയമാണ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരനാകാനും ബിസിനസ്സുകാരിയാകുവാനും സാധിക്കും. നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലിലൂടെ ബിസിനസ് ആശയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോസുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോസുകളൊന്നും നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ എങ്ങനെ ബ്രാൻഡ് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല. എന്നാൽ നമ്മുടെ ഈ ചാനൽ വഴി നമ്മുടെ ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുക കൂടാതെ നിങ്ങൾക്ക് വീടുകളിലിരുന്ന് ഒരു വരുമാന മാർഗം കണ്ടെത്താനുള്ള സഹായവും ചെയ്തു തരുന്നു. നമ്മൾ യൂട്യൂബിലൂടെ ഒരുപാട് വീഡിയോസുകൾ കാണുന്നുണ്ട്. പക്ഷേ ആ വീഡിയോസുകളൊന്നും നമുക്ക് ഉപകാരപ്രദമാകുന്ന ഏകദേശം 90% വീഡിയോസുകളും നിങ്ങൾ കാണുന്നത് ഉപകാരപ്രദമായ വീഡിയോസുകളല്ല. കാരണം കോമഡി ആയിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെയുള്ള വീഡിയോസുകൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ വീഡിയോസിനെ ഉപയോഗപ്പെടുത്തുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 25 വർഷം കഴിയാതെ നമുക്ക് നമ്മുടേതായ ഒരു സാമ്പത്തിക നില, നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നില ഉയർന്നു വരാൻ സാധ്യതയില്ല. നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് അധികമായിട്ടൊരു വരുമാനം കണ്ടെത്തേണ്ടാത്ത അത്യാവശ്യമാണ്. കാരണം പിള്ളേരുടെ പഠനമാണെങ്കിലും നമ്മളുടെ ജീവിത ചെലവാണെങ്കിലും എല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും വർധന കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് വീടുകളിലിരുന്ന് എങ്ങനെയാണ് ചെറിയ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മസാലക്കൂട്ടുകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് ആശയം ഞാൻ മുമ്പൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള, എൻ്റെ വീഡിയോസ് കണ്ട ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ കുറിച്ച് ഈ ചെറിയ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് ആശയം എന്താണ്? ആ ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പരിമിതികളുണ്ട്. യാത്ര ചെയ്യാനാണെങ്കിലും മാർക്കറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ വീടുകളിൽ ഇരുന്ന് വരുമാനം കണ്ടെത്താം? പ്രധാനമായിട്ടും നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ജനങ്ങൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് എങ്ങനെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. സ്ഥിരമായിട്ട് ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. ഈ ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ടെക്നോളജികൾ വർദ്ധിച്ചു മാറി, ടെക്നോളജികൾ മാറിക്കഴിഞ്ഞു. ആ ടെക്നോളജികളെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളൊരു വീട്ടിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കാനുള്ള പാഴ്സൽ സർവീസുകൾ അവൈലബിൾ ആണ്. ഈ സാഹചര്യത്തെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് വരുമാന മാർഗം കണ്ടെത്താം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഭിന്നശേഷിക്കാർക്ക് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സാധ്യതയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. നമ്മളെല്ലാവരും കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. വില കുറച്ച് നമുക്ക് പാവയ്ക്കയാണെങ്കിലും കോവയ്ക്കയൊക്കെ ആണെങ്കിലും നമുക്ക് വില കുറച്ച് കിട്ടിയാൽ നമ്മളത് കട്ട് ചെയ്ത് വെയിലത്തുണക്കി ഉപയോഗിക്കുന്നവരെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എന്നാൽ ഇതിനെ നമുക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പായ്ക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ പായ്ക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രുചിയിലേക്ക് അതിനെ മാറ്റും. നിങ്ങൾ ഉണങ്ങി ഉപയോഗിക്കുന്ന പാവയ്ക്കയാണേലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും അതിൽ ഒരു ഫ്ലേവറും ഇല്ലാതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഉപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്കൊരു മസാല ചേർത്തുകൊണ്ട് ഉണക്കി അത് പാക്ക് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വ്യത്യസ്തമായ ഒരു ബിസിനസ് ആശയമാണ്.
അതിനെ വ്യത്യസ്തമായ ഒരു പാക്കിങ്ങിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ടിന്ന് മേടിച്ചിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ മേടിച്ചിട്ട് അത് പാക്ക് ചെയ്ത് നിങ്ങൾ ബ്രാൻഡഡ് ലേബലൊക്കെ ഒട്ടിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. ക്വാളിറ്റിയുള്ള സാധനമായിരിക്കണം. ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് അടുത്തൊരു സ്ഥലത്തേക്ക് ഭിന്നശേഷിക്കാർക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിനെ നമ്മൾക്ക് തരണം ചെയ്യാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ പാഴ്സൽ സർവീസിനെ പ്രയോജനപ്പെടുത്താം. കൂടാതെ നമ്മുടെ ഈ ലിസ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ലിസ ഗ്രൂപ്പ് തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തിയിട്ട്. അതാണ് ലിസ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അത് പൂർണ്ണ രൂപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വരുമാന മാർഗം സൃഷ്ടിക്കാൻ സാധിക്കും. ലിസ ആപ്ലിക്കേഷൻ വ്യത്യസ്തമായ ബിസിനസ് ആശയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ബിസിനസ് ആശയം ഇതുവരെ ആരും പിന്തുടരാത്തൊരു ബിസിനസ് ആശയമാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ ലിസ ആപ്ലിക്കേഷൻ കമ്മ്യൂണിറ്റിയിലൂടെ മാർക്കറ്റ് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തി തരികയും, കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ ഒരു ശ്രമഫലമായിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങുകയും ആ ബിസിനസ്സിലൂടെ ഉണ്ടാകുന്ന ലാഭവിഹിതം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നൊക്കെയാണ് ഈ ലിസ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ഒരു കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള അംഗങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് എല്ലാം ഒരു വലിയൊരു സഹായമായിരിക്കും. അതിനുള്ള മുന്നോടിയായിട്ടാണ് ലിസ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ കിട്ടുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം തീരുമാനിച്ചിട്ട് നമുക്കൊരു ലൈവായിട്ട് ഉള്ള ഒരു ചർച്ചയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാൻ എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബോട്ടിൽ തിരഞ്ഞെടുക്കുന്നത്, എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30,000-40,000 രൂപയ്ക്ക് വലിയൊരു ടെക്സ്റ്റൈൽസ് തന്നെ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. അതാണ് ടെക്നോളജി വളർന്നുകൊണ്ടേയിരിക്കുന്നതനുസരിച്ച് ബിസിനസ്സിൻ്റെ സാധ്യതകൾ മാറും, ബിസിനസ്സിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറി വരും. അപ്പോൾ അത് ഏകദേശം 30,000 രൂപ 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വലിയൊരു ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ടെക്നോളജി മാത്രമേ ഉള്ളൂ. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ടെക്സ്റ്റൈൽസിനെ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെർച്വൽ ടെക്സ്റ്റൈൽസ് എന്നാണ് അതിന് പറയുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വെർച്വൽ ടെക്സ്റ്റൈൽസ് എന്താണ്? വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് സംഭവം. അതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒരു ചെറിയ റൂം ഉണ്ടായിരിക്കണം, നമുക്കൊരു ക്യാമറ ഉണ്ടായിരിക്കണം, വൈഫൈ കണക്ഷൻ ഉണ്ടായിരിക്കണം, ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതിന് ഏകദേശം ഒരു 15,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ആ ലൈവ് സ്ട്രീമിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ചെറിയ കമ്പ്യൂട്ടർ, സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടറിന് ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് താഴെ വരുള്ളൂ. അതിൽ വലിയ കോൺഫിഗറേഷൻ ഒന്നും വേണ്ട, ആവശ്യമുള്ളതല്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ കമ്പ്യൂട്ടറുമായിട്ടുള്ള കുറച്ച് നോളജ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ലൈവ് സ്ട്രീമിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരു വെർച്വൽ ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, മെയിനായിട്ടും വ്യത്യസ്തമായ സാരിയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സാരിയുടെ വ്യത്യസ്തമായ ഡിസൈനുകൾ കുറച്ച് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഈ സാരി പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിക്കണം.
അത് കൂടുതൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഒരു സഹായം സ്വീകരിക്കാം. ഒരു ലേഡിയെ ആണെങ്കിൽ, ഒരു പെൺകുട്ടിയെ നിർത്തിക്കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ആ സാരിയുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പം ഓരോ സാരിയിലും ഉള്ള ഡിസൈന്, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പം നിങ്ങളൊരു ഒരു പുതിയൊരു മാർക്കറ്റിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ്. മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെങ്ങനെ പിന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ വെർച്വൽ ടെക്സ്റ്റൈൽസിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് പ്രോഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ ആ പ്രോഡക്റ്റുകളുടെ വിലയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടുത്തണം. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഈ കാണുന്ന പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് ലിബ്രോമി പോലെയുള്ള വാട്സപ്പിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുക. അതൊരു മാസം ഏകദേശം വർക്ക് ചെയ്യാൻ 1500 രൂപയുള്ളൂ. അപ്പോൾ അവർ ബുക്ക് ചെയ്യുമ്പം അവർ കാണുന്ന ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ ആ സോഷ്യൽ ഇൻഫ്ലുവൻസർ അവതരിപ്പിച്ച ആ പ്രോഡക്റ്റിൻ്റെ ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ആ നമ്പർ ആണ് ആൾക്കാർ ബുക്ക് ചെയ്യുന്നത്. ബുക്ക് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും AI ടെക്നോളജി വഴി ഈ പറയുന്ന വാട്സപ്പ് ലിബ്രോമി അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് പാക്ക് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിയുമ്പോൾ അത് പാക്ക് ചെയ്ത് കഴിയുമ്പം ഈ പറയുന്ന ഷിപ്പ് പോക്കറ്റ് പോലെയുള്ള പാഴ്സൽ സർവീസുകളുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസുകളുള്ള പാഴ്സൽ സർവീസ് വഴി ഇത് കൊടുക്കുവാൻ സാധിക്കും. ഒരു സാരി കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 60 രൂപയൊക്കെ ഷിപ്പിംഗ് ചാർജ് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ബിസിനസ് ചെയ്യാം. മുമ്പ് ഞാൻ പറഞ്ഞു, കൊണ്ടാട്ടം പാക്ക് ചെയ്യുന്നതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് പോകാനും ഇത് കുറച്ചുകൂടി സങ്കീർണം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഈ പറഞ്ഞ വെർച്വൽ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ്, അതൊരു ബിസിനസ് സാധ്യതയാണ്. ഡീഹൈഡ്രേറ്റ് വെജിറ്റബിൾസിൻ്റെ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ഉടനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കും ഈ പറയുന്ന വീടുകളിൽ വരുമാനം അറിയിക്കുന്ന ലേഡീസിനും അധിക വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഓഫീസ് ജോലി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസിൻ്റെ ബിസിനസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപേണ എന്നോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് ഞാൻ മറുപടി അറിയും, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെ ഒരു ബിസിനസ്സുകാരാക്കുക അല്ലെങ്കിൽ ബിസിനസ്സുകാരിയാക്കുക, അതിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലിസ ആപ്ലിക്കേഷൻ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.